നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 4-ാം തീയതി. 1201-ാം ആണ്ട് കന്നിമാസം 18-ാം തീയതി ശനിയാഴ്ച. ശനിയാഴ്ചയാണ്. ഇന്ന് അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. എന്നാലും അവിട്ട നക്ഷത്രം തന്നെയാണ് ഉദയ നക്ഷത്രം. അവിട്ട നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിക്ക് ഉള്ള പ്രത്യേകത ദിവസങ്ങളിൽ വച്ച് ഏറ്റവും നെഗറ്റീവ് എനർജിയുള്ള ദിവസമാണ് ശനിയാഴ്ച. അതുകൊണ്ടാണ് ശനിയാഴ്ച നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുന്നതിന് കാരണം. ശനി നല്ലവനാണ്. ചിലർക്ക് ശനി ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും, ചിലർക്ക് ദോഷത്തെയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആക്ക് നല്ലത് ആക്ക് ചീത്ത എന്നറിയാത്തത് കൊണ്ടാണ് ശനിയാഴ്ചയെ പൊതുവേ നമ്മൾ ഒഴിവാക്കുന്നതിന് കാരണം. അതുപോലെ ഇന്ന് അവിട്ട നക്ഷത്രം, കന്നിമാസത്തിൽ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ നല്ലൊരു ദിവസമല്ല. വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാർഷിക ഫലം അത്ര കണ്ട് അനുകൂലപ്രദമല്ല. പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ഇടവരുത്തും. പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. കാര്യതടസ്സം നിൽക്കും. ശനിയെ വിളിക്കുന്നത് മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ. കാര്യങ്ങളെല്ലാം ഇഴച്ചിലുണ്ടാവും, ഡിലേ വരുത്തും. ഇപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് പോവേണ്ട ഒരു വർഷമാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വാഹനം ഓട്ടിക്കുന്നിടത്താവട്ടെ, സാമ്പത്തിക ഇടപാടുകളിലാവട്ടെ, മറ്റ് ഓരോ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. ശത്രുക്കളുടെ എണ്ണം കൂടും. കേസ് വഴക്കുകൾ, ആക്സിഡൻറ്റ്, രോഗായ ദുരിതങ്ങൾ, സാമ്പത്തിക നഷ്ടം, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനിടയുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും ഒരു വർഷക്കാലം ഉള്ളത് കൊണ്ട് ഒരു വർഷം വളരെ സൂക്ഷിക്കണം. ഒപ്പം നമുക്ക് ഈ ദോഷഭാവങ്ങളുടെ കാഠിന്യം കുറയാൻ വേണ്ടി താൻ പാതി ദൈവം പാതി 50% ദോഷത്തെയും നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കുകയും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് പോകുമ്പോൾ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം നമുക്ക് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം രാവുകാലം വരുന്നത് തന്നെ രാവുകാലം 9 മണി മുതൽ 10:30 മണി വരെ ആണ് രാവുകാലം. ജാതകത്തിൽ നമ്മൾ കലണ്ടർ നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണേ 9 മണി മുതൽ 10:30 മണി വരെ രാവുകാല സമയമുണ്ട്. പക്ഷേ രാവുകാല സമയം 9 മണിക്ക് അല്ല ആരംഭിക്കുന്നത്. 9 മണി 15 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. ഒരു 15 മിനിറ്റ് വ്യത്യാസത്തിലാണ് കലണ്ടറിൽ എഴുതി വച്ചിരിക്കുന്നതും അല്ലാത്ത ഉദയമായിട്ട് ബന്ധപ്പെട്ടും രാവുകാലം സ്റ്റാർട്ട് ചെയ്യണേ. 9:15 തൊട്ട് 10 മണി 44 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. ദിവസമേ കൊള്ളത്തില്ല. അതിനൊപ്പം തന്നെ ഒട്ടും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാലസമയവും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 6:16 തൊട്ട് 7:46 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 42 മിനിറ്റ് തൊട്ട് 3:12 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:49 തൊട്ട് 12:37 വരെ 48 മിനിറ്റ് നേരം. ഇതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ഈ വസ്ത്രത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം ഈ ഓരോ ഗ്രഹങ്ങൾക്ക് ചില കളറുകൾ ഇഷ്ടമാണ്.
ആ കളറുകൾ ഇഷ്ടം എന്ന് പറയാൻ കാരണം ആ കളറുകൾ ഇപ്പം പോസിറ്റീവായിട്ട് നമുക്ക് എനർജി കിട്ടും. നീല കളറോ കറുത്ത കളറോ ധരിച്ചുകൊണ്ട് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. കൊണ്ടുപോകുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാക്കും. അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.